വിളിക്കുന്നത്. ആരും വിളിക്കണ്ടല്ലോ. ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിച്ചാൽ തന്നെ ശിർക്കിലായി. എത്ര ഗൗരവമുണ്ട്, അത് പറയണ്ടേ? തൗഹീദും ശിർക്കും വേർതിരിയുന്നതിന്റെ അഭിപ്രായം പറയണ്ടേ നിങ്ങൾ തൗഹീദിന്റെ ആളുകളാണെങ്കിൽ? അതല്ല ഇപ്പുറത്താണെന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ പറയേണ്ടി വരും. എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞു അത് മുഴുവൻ നിങ്ങൾ പറയേണ്ടി വരും. അത് മാത്രം തീരുമാനമാക്കിയാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞത് മുഴുവനും നിങ്ങൾ അത് തീരുമാനമാക്കാത്തതിന്റെ പേരിൽ മാത്രം. ഇപ്പോഴും തീരുമാനമല്ല. ആളുകൾക്ക് കിതാബ് വെച്ച് ക്ലിപ്പ് വെച്ച് പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഒരു വരി പറയാൻ ഇനി സാധിക്കരുതേ വേണം. നമ്മളോട് ഇങ്ങനെ ആവർത്തി ചോദിക്കുന്ന ആളുകൾ ഇനി ചോദിക്കേണ്ടത്, നമ്മൾ എല്ലാവരും ചോദിക്കേണ്ടത്, ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് നിങ്ങൾ തീരുമാനമാക്കണമെന്നാണ് നമുക്ക് ചോദിക്കണം. അത് തീരുമാനമാക്കിയിട്ട് മതി ബാക്കിയുള്ള വിശദീകരണങ്ങളും സംസാരങ്ങളും എന്ന് പറയുന്ന ഒരു വ്യക്തത ഈ മഹത്തായ സംഗമം നൽകിയിട്ടുണ്ട്. ഇന്ന് മഹത്തായ സമ്മേളനം നൽകിയിട്ടൊക്കെ ഉണ്ട് എന്ത് വ്യക്തത തരണം എന്നുള്ളത്. പക്ഷേ ആ വ്യക്തത കൊടുത്താൽ അഥവാ ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണ് ഇപ്പുറമാണ് രണ്ടാലൊന്ന് പറയല്ലേ. രണ്ടാലൊന്ന് പറയുമ്പോൾ ഇപ്പുറത്താണെന്ന് പറയുന്ന നിങ്ങൾ ഒരു വിഷയം പറയുന്നുണ്ട്. നിങ്ങൾ കൊടുത്തപ്പെട്ട നിങ്ങളെ ഏറ്റവും വലിയ ആളാണ് നമ്മളെ എന്താണ് ഫൈസൽ മൗലവി. അയാളെന്താ പറയണത്? അയാൾ യാ ഇബാദല്ലാഹി ആയിസൂനി അല്ലെങ്കിൽ യാ ഇബാദല്ലാഹി ആയിനൂനി ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം ഇബാദത്തില്ല, ദിവ്യത്വമില്ല, അബോധികത കൽപ്പിക്കുന്നില്ല, ഒന്നുമില്ല. ജബ്ബാർ മൗലി ഇസ്ലാഹിൽ എഴുതിയതുപോലെ ഈ രാത്രിയുടെ തപ്പിത്തട. ഈ ചോദിക്കുന്ന ആൾ ആരാ അറിയോ? ഈ ചോദിക്കുന്ന ആൾ നമ്മളെ പേരോട് ഉസ്താദിനോട് ചോദിച്ച മൂസ എന്ന് പറയുന്ന ആളാണ് ചോദിക്കണത് കേട്ടോ. പേരോട് ഉസ്താദിനോട് വന്നിട്ട് ചോദിച്ച് പിന്നെ കുടുങ്ങിപ്പോയ ഒരാൾ. ഉസ്താദ് ഉരുളക്കുപ്പേരി എന്ന നിലക്ക് മറുപടി കൊടുത്ത് ഒരു ഭാഗത്ത് അടക്കി ഒതുക്കി നിർത്തിയ ആളാണ്. അപ്പോൾ ഇയാൾ ഫൈസൽ മൗലവിയാണ് ചോദിക്കുന്നത്. അത് ഫൈസൽ മൗലവി തന്നെ ഇയാളോട് പറയുന്നുണ്ട്, പേരോടിനോട് ചോദിച്ചതുപോലെ ഇവിടുന്ന് ചോദിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫൈസൽ മൗലവിക്കും തോന്നിയിട്ടുണ്ട് ആ ചോദിച്ച ശൈലിയൊന്നും ശരിയായിട്ടില്ല എന്നുള്ളത്. ഏതായിരുന്നാലും ഇയാൾ ചോദിക്കട്ടെ. നടക്കുന്ന ഒരാൾ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ, ഞാൻ പറഞ്ഞല്ലോ മനസ്സിൽ വരുന്ന പ്രാർത്ഥന, നിങ്ങൾ അതൊന്നും വിശദീകരിക്കണ്ട. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരാൾ ചോദിച്ചാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ യാതൊരു അബോധികതയില്ല, ദിവ്യത്വമില്ല, ഒരു വിശ്വാസം വിവാദത്വം ഒന്നുമില്ല, ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ എനിക്ക് വെളിച്ചം തരണേ, എന്നെ സഹായിക്കണേ എന്ന് പറയുന്നു എന്നതുപോലെ ഞാൻ കാണാത്ത അദൃശ്യനായ ജിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണേ, എനിക്കൊന്ന് വെളിച്ചം തരണേ. ഈ ചോദ്യം പ്രാർത്ഥനയല്ല, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, ഇസ്തിയാസയല്ല, ഇസ്തിയാനത്ത് ഒന്നും കൂട്ടണ്ട. ഒരു വിളി, ഒരു ചോദ്യം, അത് ചോദിച്ചാൽ അത് ശിർക്കാണോ അല്ല ഹറാമാണോ, വസീലത്ത് ശിർക്കാണോ ജായിസാണോ, നിങ്ങൾ അത് പറ. അതാണ് ഞാൻ ചോദിച്ചത്. ഉത്തരം നിങ്ങൾ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാളെന്താ പറയണത്? അത് ശിർക്കല്ല എന്നാ പറയണത് കേട്ടോ. ശ്രദ്ധിച്ചോളിയാ. ശിർക്ക് വരുന്നത് ദുആ ഉണ്ടാകുന്നിടത്താണ്. ദുആ ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞു, അബൗദിക ഇല്ലാന്ന് പറഞ്ഞു, ഒരു വിശ്വാസം ഇല്ല, പിന്നെ കളിയാക്കാൻ വിളിച്ചതാണോ? ഒന്നുമില്ല. അപ്പോൾ ദുആ വരുന്നില്ല നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ഇത് ശിർക്ക് വരുന്നില്ല, ഇത് ശിർക്കല്ല എന്നപ്പം മൗലവി പറഞ്ഞത് കേട്ടില്ലേ? ഇതേ മൗലവിനെ ഇപ്പോൾ പറയണത് എന്താ? ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. കണ്ടില്ലേ? ജിന്നെ സഹായിക്കണേ എന്ന് യാ ഇബാദല്ലാഹി ആയിനൂനി വെച്ച് ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ ശിർക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പറഞ്ഞ സ്റ്റേജിൽ തന്നെ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ ശിർക്കാണെന്ന് പറയുന്ന അതേ സ്റ്റേജിൽ തന്നെ യാ ഇബാദല്ലാഹി ആയിനൂനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മത്തിനിൽ ശിർക്കില്ല എന്നും പറയുന്നുണ്ട്. എന്താ ഇപ്പൊക്കെ കാട്ടുക? നാലാമത്തെ ചോദ്യം, ഞാൻ ഇബാദത്തിൽ ശിർക്കില്ല എന്ന് ഫൈസൽ മുസ്ലിയാർ, പുസ്തക ഹദീസുമായി ബന്ധപ്പെട്ട് ദുർബല ഇല്ല എന്നതാണ് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ദുർബല ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ CP സലീം ഈ വിളി ശിർക്കാണെന്ന് പറയുന്നു, അതും ശരിയാണ്, വിളി ശിർക്കാണ്. യാഴിബാദിൽ ശിർക്കുണ്ട് എന്നല്ല പറഞ്ഞത്. യാഴിബാദിൽ സ്വഹീഹല്ല, ദഈഫാണ്. സ്വഹീഹാണെങ്കിൽ മത്നിൽ ശിർക്കില്ല. അത് വെച്ച് ജിന്നയാക്കണെ വിളിച്ചാലോ അത് ശിർക്കാണ്, അത് സംശയമില്ല. CP സലീം ഈ വിളി ശിർക്കാണെന്ന് പറയുന്നു, അതും ശരിയാണ്, വിളി ശിർക്കാണ്. യാഴിബാദിൽ ശിർക്കുണ്ട് എന്നല്ല പറഞ്ഞത്. യാഴിബാദിൽ സ്വഹീഹല്ല, ദഈഫാണ്. സ്വഹീഹാണെങ്കിൽ മത്നിൽ ശിർക്കില്ല. അത് വെച്ച് ജിന്നയാക്കണെ വിളിച്ചാലോ അത് ശിർക്കാണ്, അത് സംശയമില്ല. ഒന്നും കൂട്ടണ്ട. ഒരു വിളി, ഒരു ചോദ്യം, അത് ചോദിച്ചാൽ അത് ശിർക്കാണോ അല്ല ഹറാമാണോ, വസീലത്ത് ശിർക്കാണോ ജായിസാണോ, നിങ്ങൾ അത് പറ. അതാണ് ഞാൻ ചോദിച്ചത്. ഉത്തരം നിങ്ങൾ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാളെന്താ പറയണത്? അത് ശിർക്കല്ല എന്നാ പറയണത് കേട്ടോ. ശ്രദ്ധിച്ചോളിയാ. ശിർക്ക് വരുന്നത് ദുആ ഉണ്ടാകുന്നിടത്താണ്. ദുആ ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞു, അബൗദിക ഇല്ലാന്ന് പറഞ്ഞു, ഒരു വിശ്വാസം ഇല്ല, പിന്നെ കളിയാക്കാൻ വിളിച്ചതാണോ?
ഒന്നുമില്ല. അപ്പോൾ ദ്വാ വരുന്നില്ല നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ഇത് ശിർക്ക് വരുന്നില്ല, ഇത് ശിർക്കല്ല എന്നപ്പം മൗലവി പറഞ്ഞത്. കേട്ടില്ലേ? ഇതേ മൗലവിനെ ഇപ്പം പറഞ്ഞത് എന്താ? അത് വെച്ച് ജിന്നെ കാക്കണെ വിളിച്ചാലോ അത് ശിർക്കാണ്, അത് സംശയമില്ല. ഇതിൽ വരുന്നതല്ല ഇസ്തിഹാസയല്ല, ഇസ്തിഹാനത്ത് ഒന്നും കൂട്ടണ്ട. ഒരു വിളി, ഒരു ചോദ്യം, അത് ചോദിച്ചാൽ അത് ശിർക്കാണോ അല്ല ഹറാമാണോ, വസീലത്ത് ശിർക്കാണോ ജായിദാണോ, നിങ്ങൾ അത് പറ. അതാണ് ഞാൻ ചോദിച്ചത്. ഉത്തരം നിങ്ങൾ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാളെന്താ പറയണത്? അത് ശിർക്കല്ല എന്നാ പറയണത് കേട്ടോ, ശ്രദ്ധിച്ചോളിയാ. വന്നു ശിർക്ക് വരുന്നത് ദുആ ഉണ്ടാകുന്നിടത്താണ്. ദുആ ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞു, അഭൗതികം ഇല്ലാന്ന് പറഞ്ഞു, ഒരു വിശ്വാസവും ഇല്ല, കളിയാക്കാൻ വിളിച്ചതാണോ? ഒന്നുമില്ല. അപ്പോൾ ദ്വാ വരുന്നില്ല നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ഇത് ശിർക്ക് വരുന്നില്ല, ഇത് ശിർക്കല്ല എന്നപ്പം മൗലവി പറഞ്ഞത്. കേട്ടില്ലേ? ഇതേ മൗലവിനെ ഇപ്പം പറഞ്ഞത് എന്താ? അത് വെച്ച് ജിന്നെ കാക്കണെ വിളിച്ചാലോ അത് ശിർക്കാണ്, അത് സംശയമില്ല. അത് വെച്ച് ജിന്നെ കാക്കണെ വിളിച്ചാലോ അത് ശിർക്കാണ്, അത് സംശയമില്ല. അത് വെച്ച് ജിന്നെ കാക്കണെ വിളിച്ചാലോ അത് ശിർക്കാണ്, അത് സംശയമില്ല. അത് വെച്ച് ജിന്നെ കാക്കണെ വിളിച്ചാലോ അത് ശിർക്കാണ്, അത് സംശയമില്ല. ഇനി സാധിക്കരുതേ വേണം. നമ്മളോട് ഇങ്ങനെ ആവർത്തി ചോദിക്കുന്ന ആളുകൾ ഇനി ചോദിക്കേണ്ടത്, നമ്മൾ എല്ലാവരും ചോദിക്കേണ്ടത്, ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് നിങ്ങൾ തീരുമാനമാക്കണമെന്നാണ് നമുക്ക് ചോദിക്കണം. അത് തീരുമാനമാക്കിയിട്ട് മതി ബാക്കിയുള്ള വിശദീകരണങ്ങളും സംസാരങ്ങളും എന്ന് പറയുന്ന ഒരു വ്യക്തത ഈ അല്ല നിങ്ങൾ KNMകാരെ കുതിര കയറിയിരിക്കാരല്ല. കാരണം ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അപ്പുറമല്ല ഇപ്പുറം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന മത്തിനിൽ ശിർക്കില്ലെങ്കിലും അത് വെച്ചിട്ട് ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ അത് അതെന്താകുന്നു? ശിർക്കാണ്. യാതൊരു സംശയമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നിങ്ങളോലും കണക്കായില്ലേ? ഇത് വെച്ചിട്ട് ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ് എന്നാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. പിന്നെന്ത് വ്യക്തത നിങ്ങൾക്ക് തന്നിട്ട് കാര്യം? അതേ സമയത്ത് യാ ഇബാദല്ലാഹി അഈനൂനി എന്ന മത്തിനിൽ ശിർക്കില്ലെങ്കിലും ആ മത്തിനിലുള്ള ആശയം അനുസരിച്ച് ജിന്നെ സഹായിക്കണേ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വ്യക്തത കിട്ടിയിട്ടെന്ത് കാര്യം? കാര്യകാരണ ബന്ധത്തിന് അപ്പുറമാണ് ഇപ്പുറമാണ് എന്ത് പറഞ്ഞു കാര്യമില്ല. അതുകൊണ്ട് വിസ്റ്റം ഗ്രൂപ്പിനും വിഷയത്തിന് തീരുമാനം പറയാൻ പറ്റൂല എന്നുള്ളതാണ് കൃത്യമായിട്ട് ആർക്കും